ശബരിമല സർവീസിനയക്കുന്നതിൽ ഭൂരിപക്ഷവും കാലാവധി കഴിഞ്ഞ ബസ്സുകൾ. പുതിയ ബസ്സുകൾ വാങ്ങാനുള്ള നടപടി ധനകാര്യ വകുപ്പ് വെട്ടിച്ചുരുക്കിയതാണ് പ്രതിസന്ധിക്ക് കാരണം. 370 പുതിയ ബസ്സുകൾ വാങ്ങാൻ ടെൻഡർ നൽകി ട്രയൽ റൺ നടത്തിയെങ്കിലും ധനകാര്യ വകുപ്പിന്റെ നീക്കം KSRTCക്ക് തിരിച്ചടിയായി. മണ്ഡലകാലത്ത് ഗതാഗതക്ഷാമം രൂക്ഷമാകുമെന്ന കാരണത്താൽ പഴയ ബസ്സുകൾ സർവീസ് നടത്താൻ അനുമതി തേടിയിരിക്കുകയാണ് KSRTC മാനേജ്മെന്റ്. ശബരിമല തീർത്ഥാടന കാലത്ത് പുതിയ ബസ്സുകൾ വാങ്ങുന്നതായിരുന്നു KSRTCയുടെ കീഴ്വഴക്കം. തീർത്ഥാടന കാലം കഴിയുമ്പോൾ ഈ ബസ്സുകൾ പ്രധാനപ്പെട്ട ഡിപ്പോകൾക്ക് കൈമാറുകയും ചെയ്യും. ഈ വർഷവും പുതിയ ബസ്സുകൾ വാങ്ങുന്നതിന് ടെൻഡർ നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. പദ്ധതി വിഹിതമായി സർക്കാർ അനുവദിച്ച 92 കോടി രൂപ മുന്നിൽ കണ്ടാണ് പുതിയ ബസ്സുകൾ വാങ്ങുന്നതിനുള്ള നീക്കം ആരംഭിച്ചത്. എന്നാൽ ധനവകുപ്പിൽ നിന്നുണ്ടായ അപ്രതീക്ഷിത നടപടി KSRTCയെ വെട്ടിലാക്കി. വിവിധ വകുപ്പുകൾക്കായുള്ള പദ്ധതി വിഹിതം വെട്ടിക്കുറയ്ക്കാൻ ധനവകുപ്പ് തീരുമാനിച്ചതാണ് മാനേജ്മെന്റിന് തിരിച്ചടിയായത്. തീരുമാനത്തിൽ നിന്ന് KSRTCയെ ഒഴിവാക്കണമെന്നും അല്ലാത്തപക്ഷം പകുതി തുകയെങ്കിലും അനുവദിക്കണമെന്നും KSRTC മാനേജ്മെന്റ് സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഇത് രണ്ടും ധനവകുപ്പ് അംഗീകരിക്കാതെ വന്നതോടെയാണ് മണ്ഡലകാലത്തെ പുതിയ ബസ്സുകൾ എന്ന ആവശ്യം അടഞ്ഞ അധ്യായമായി മാറിയത്. നിലവിൽ ശബരിമല സർവീസിനായി അനുവദിച്ചിട്ടുള്ളത് കാലാവധി കഴിഞ്ഞ ബസ്സുകളാണ്. 15 വർഷം പിന്നിട്ട ബസ്സുകൾ നിരത്തിൽ നിന്ന് പിൻവലിക്കണമെന്ന കേന്ദ്ര മാനദണ്ഡം പോലും പാലിക്കാതെയാണ് സർക്കാരിന്റെ നീക്കം. കാലാവധി കഴിഞ്ഞ ബസ്സുകൾ കൂടി പിൻവലിച്ചാൽ കടുത്ത ഗതാഗത പ്രതിസന്ധി ഉണ്ടാകുമെന്ന KSRTC മാനേജ്മെന്റിന്റെ അഭ്യർത്ഥനയെ തുടർന്നാണ് അനുമതി. ശബരിമല സ്പെഷ്യൽ സർവീസിന് 500 മുതൽ 600 ബസ്സുകളാണ് വേണ്ടത്. പഴക്കം ചെന്ന വാഹനങ്ങൾ കൂടി പണിമുടക്കിയാൽ ശബരിമല യാത്ര കഠിനമെന്നത്രേ പറയേണ്ടൂ. ജനം, തിരുവനന്തപുരം.